ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന പരിഗണന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ സംസ്കാരവും വൈവിധ്യവും ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നുമുണ്ട്. കൂടാതെ ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും. അങ്ങനെയുള്ളവർ ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച് ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ജീവിതം ആസ്വദിക്കുന്നവരുമാണ്. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ നിരവധി റഷ്യക്കാരാണ് ഇന്ത്യൻ ജീവിതശൈലിയിൽ ജീവിക്കാൻ വരുന്നത്. ഇപ്പോഴാ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു റഷ്യൻ സ്ത്രീ ഒരു ഇന്ത്യക്കാരനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച 3 കാരണങ്ങൾ വിശദീകരിക്കുകയാണ്. ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. തന്റെ ഇപ്പോഴത്തെ ഭർത്താവിനെ കണ്ടെത്തുകയും ഇന്ത്യയുടെ ശബ്ദങ്ങളിലും സുഗന്ധങ്ങളിലും പ്രണയത്തിലാകുകയും ചെയ്ത ശേഷം ഏതാനും ആഴ്ചകൾക്കുള്ള ആത്മീയ പഠനത്തിനായി എത്തിയ ക്സെനിയ ചൗര അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭർത്താവായ നിന്നെ സ്നേഹിക്കുന്നു എന്ന സബ് ടൈറ്റിലോടെ 3 reasons why I married an Indian man എന്ന ഇപ്പോൾ വൈറലായ വീഡിയോയിൽ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പമുള്ള തന്റെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച ശ്രീമതി ചൗര പങ്കുവെക്കുന്നുണ്ട്. അവൻ എപ്പോഴും എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നു, അവൻ മനോഹരമായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, എപ്പോഴും എന്നെ പരിപാലിക്കുന്നു എന്ന് ശ്രീമതി ചൗര വാചക ഓവർലേയിൽ 3 വിശദീകരണങ്ങൾ പട്ടികപ്പെടുത്തി. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ദമ്പതികളുടെ പരസ്പര പ്രതിബദ്ധതയെ പ്രശംസിക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം വീഡിയോയ്ക്ക് 2.2 ദശലക്ഷത്തിലധികം കാഴ്ചകളും 100 കണക്കിന് അഭിപ്രായങ്ങളും ലഭിച്ചു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം അനുഗ്രഹങ്ങളും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഒരു ഉപയോക്താവ് അഭിപ്രായപ്പെട്ടു. മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് എത്ര ആരോഗ്യകരം, ഇത് കാണുമ്പോൾ അദ്ദേഹം സന്തോഷിച്ചിട്ടുണ്ടാകും, ആ ഭക്ഷണ കമന്റ് വളരെ ഭംഗിയുള്ളതാണ്. മൂന്നാമത്തെ കമന്റർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്താൽ തിളങ്ങുന്നു. ഇന്ത്യയിൽ തങ്ങളുടെ സമയം എങ്ങനെ ആസ്വദിച്ചു എന്നതിനെ കുറിച്ചോ ഒരു ഇന്ത്യൻ പുരുഷനെ വിവാഹം കഴിച്ചതിനെ കുറിച്ചോ ഒരു വിദേശി സംസാരിക്കുന്നത് ഇതാദ്യമായല്ല. 4 വർഷം മുൻപ് രാജ്യത്തിലെത്തിയതിനു ശേഷം തന്റെ ജീവിതം 10 വിധങ്ങളിൽ മാറിയെന്ന് കണ്ടന്റ് ഡെവലപ്പറായ ക്രിസ്റ്റൻ ഫിഷൻ സമാനമായ ഒരു വൈറൽ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യാൻ പഠിക്കുക, സസ്യാഹാരിയാകുക, ഷോപ്പിംഗ് നടത്തുമ്പോൾ വിലപേശുക തുടങ്ങിയ മാറ്റങ്ങൾ തന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയതായി മിസ ഫിഷൻ അവകാശപ്പെട്ടു. ആ ചിത്രത്തിൽ അവർ ഡൽഹി മെട്രോയിൽ സഞ്ചരിക്കുന്നതും സാരി ധരിച്ച് പെൺമക്കളോടൊപ്പം നല്ല സമയം ആസ്വദിക്കുന്നതും കാണിച്ചു. 4 കുട്ടികളുടെ അമ്മയായ മിസ് ഫിഷർ ഇന്ത്യയിൽ മനോഹരമായ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അതിശയകരമായ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെന്നും അതിനാൽ അവിടെ ആസ്ഥാനം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ താൻ ഖേദിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ഇത്തരത്തിൽ നിരവധി പേരാണ് ഇന്ത്യയിലേക്ക് അവരുടെ ഭാവി ജീവിതം നയിക്കാൻ വരുന്നത്. എന്നാൽ ഇന്ത്യയുമായി അടുക്കുന്ന റഷ്യയ്ക്ക് US പണി കൊടുക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം പിന്തുണയ്ക്കുന്നതിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ട്രാക്ക് റെക്കോർഡുകളാണുള്ളത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്താൻ മുൻ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഒരു യുദ്ധക്കപ്പൽ അയച്ചപ്പോൾ റഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നാവികസേനയെ അയച്ചു. 2021 ഡിസംബറിൽ മോദിയും പുടിനും നിരവധി വ്യാപാര ആയുധ കരാറുകൾ ഒപ്പുവെച്ചു. അതേസമയം റഷ്യൻ എണ്ണ ഉൽപാദകരായ റോസ്നെഫ്റ്റ് ഇന്ത്യയിൽ നിക്ഷേപം വിപുലീകരിക്കുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ അപലപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യ പലതവണ വിട്ടുനിന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ അടിസ്ഥാനപരമായി ചൈനയുമായി ബന്ധത്തിലാണെന്ന് അറിയുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോകും. അതൊരു അത്ഭുതകരമായ വസ്തുതയാണെന്നും മില്ലർ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് പ്രതിദിനം ഏകദേശം 2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ചൈനയ്ക്ക് ശേഷം റഷ്യയിൽ നിന്നുള്ള 2ാമത്തെ വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമായി മാറിയിരിക്കുന്നു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന് മുൻപ് 1% താഴെയായിരുന്ന ഇന്ത്യൻ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം ഇപ്പോൾ 1/3 കൂടുതലായി വർദ്ധിച്ചു. വർഷങ്ങളായി ഇന്ത്യയുടെ മുൻനിര ആയുധ വിതരണക്കാരാണ് റഷ്യ. സ്വന്തം യുദ്ധക്കളത്തിൽ ആയുധങ്ങൾ ആവശ്യമായി വന്നതിനാൽ ഉക്രൈൻ യുദ്ധം റഷ്യയുടെ ആയുധ കയറ്റുമതി കുറച്ചെങ്കിലും 2020നും 2024നും ഇടയിൽ ഇന്ത്യ ഇപ്പോഴും റഷ്യയുടെ ഏറ്റവും വലിയ ആയുധ വാങ്ങുന്നയാളായിരുന്നു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2024 റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ആയുധ കയറ്റുമതിയുടെ 38% ഇന്ത്യ വാങ്ങി. ട്രംപ് സൂചന നൽകിയിരുന്ന അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള മാസങ്ങൾ നീണ്ട വ്യാപാര ചർച്ചകൾക്ക് ശേഷം ദക്ഷിണേഷ്യൻ രാജ്യത്തിന്മേൽ ട്രംപ് 25% തീരുവ ചുമത്തി. ജൂലൈ 30ന് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഇന്ത്യയുടെ കർശനവും മ്ലേച്ഛവുമായ വ്യാപാര തടസ്സങ്ങളെയും റഷ്യയുമായുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. കൂടാതെ അവർ എപ്പോഴും അവരുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങിയത്. എല്ലാവരും റഷ്യ ഉക്രൈനിലെ കൊലപാതകം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം നല്ലതല്ല. ചൈനയ്ക്കൊപ്പം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ്ജം വാങ്ങുന്നവരും അവരാണ്. 25% തീരുവയ്ക്ക് പുറമെ റഷ്യയുമായുള്ള ബന്ധത്തിന് ഇന്ത്യ പിഴ നൽകേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയും ഉക്രൈനും സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രത്യേകം ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.